നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എല്ലാരും കൂടി അത് ഒന്നുമില്ല അമ്മാവ, ഞാൻ രാവിലെ ജോലിക്ക് പോകും. കുറച്ചു ദിവസം അതിൽ മാറി നിൽക്കുന്നു. എന്നെ വിശ്വസിച്ച സച്ചി സാർ ഫിനാൻസ് കമ്പനി വീണ്ടും വിപുലമാക്കിയത്. ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാൻ രഘു. നീ നാളെ തന്നെ ജോലിക്ക് വയ്ക്കും. അതിലൊരു വീഴ്ചയും വരുത്തരുത്. വേറൊന്നുമല്ല, സച്ചിയോട് ഇപ്പം നമുക്കുള്ളത് ചെറിയൊരു കടപ്പാടല്ലല്ലോ. അല്ല, അമ്മാവൻ മഞ്ചാടിയോട് ഗോകുലിന്റെ കാര്യമെല്ലാം സംസാരിച്ചോ? സച്ചി സാറും കുടുംബവും ആ കാര്യത്തിൽ വലിയ പ്രതീക്ഷയിലാന്ന് തോന്നുന്നു. അതിപ്പോ അത്തരം കാര്യങ്ങൾ ചോദിക്കാനും പറയാനുള്ളൊരു മാനസികാവസ്ഥയിലല്ലല്ലോ ഞാനിപ്പോൾ ഉള്ളത്. കുറച്ച് കഴിയട്ടെ. സാവകാശം എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന എന്റെ വിശ്വാസം. അതെ രഘുവേട്ട, എന്തായാലും ഗോകുലിനെ കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണയും അവൾക്ക് മാറിയല്ലോ. മാത്രല്ല, ചെയ്യാത്ത തെറ്റിന് അവനെ ജയിലിലേക്ക് കിടത്തേണ്ടി വന്നതിന്റെ കുറ്റബോധം അവൾക്കുണ്ട്. മഞ്ചാടിക്ക് ഗോകുലിനോടും ആ ഫാമിലിയോടും ഇഷ്ടമായി തുടങ്ങിയെന്ന് അവരെ ഹോസ്പിറ്റലിൽ നിർത്തി നമ്മളോട് പോയിക്കോളാൻ പറഞ്ഞപ്പോഴേ വ്യക്തമായില്ലേ? ഇനി അക്കാര്യത്തിൽ നമ്മളൊരു ധാരണ ഉണ്ടാക്കിയാൽ മാത്രം മതി. അങ്ങനൊരു തീരുമാനം എടുക്കാൻ ഒരുപാട് വൈകിക്കണ്ടെന്ന് അച്ഛാ എന്റെ അഭിപ്രായം. പറ്റിയാൽ ഇന്ന് തന്നെ അച്ഛൻ മഞ്ചാടിക്കൊരു സൂചനയെങ്കിലും കൊടുക്കണം. ഇപ്പോ അവൾ അച്ഛൻ പറയുന്നത് എന്തനുസരിക്കും. കൂടുതൽ ആലോചിക്കാൻ സമയം കൊടുത്താലേ ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യ. ഇല്ല അമ്പിളി, മഞ്ചാടിക്ക് നീ മറിച്ചൊരു ചിന്ത ഒരിക്കലും ഉണ്ടാവില്ല. അവളുടെ അനുഭവത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞു. ഇപ്പോ അവള് നമ്മുടെ പഴയ മഞ്ചാടി മോള. അത് തന്നെ ഞാനും പറഞ്ഞത്. പഴയ മഞ്ചാടി മോള് വീണ്ടും വളർന്ന് വലുതാവും മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു വെക്കണം അച്ഛ. അവളുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, ഗൂഗിളിനെ കൂടി ഉദ്ദേശിച്ച. മഞ്ചാടിയുടെ പുറകെ നടക്കുമ്പോ അവൻ വളരെ നല്ല പയ്യനായിരുന്നു. ഇപ്പോഴും അവനെക്കാളും നല്ലൊരു ചെറുപ്പക്കാരനെ കാണാൻ കിട്ടുകയില്ല. പക്ഷേ ഗോകുല് പണ്ട് ആരായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണല്ലോ. അതുകൊണ്ടൊക്കെയാ ഞാൻ പറയുന്നേ, എല്ലാം ഒത്തുവന്ന സമയത്ത് തന്നെ അവരെ ഒരുമിപ്പിക്കണം. വേറൊരു സമയത്തേക്ക് മാറ്റിവെക്കുന്നത് അബദ്ധമാ. ഇടി, നീ എന്തിനല്ല ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നേ? എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയം വേണ്ടേ? അത് നോക്കിയും കണ്ടും ചെയ്യാൻ അമ്മാവനറിയാം. അമ്പിളി പറയുന്നതിലും ചില കാര്യങ്ങൾ കൊണ്ടിരിക്കൂ. പക്ഷേ അങ്ങനെയൊക്കെ ചിന്തിച്ച് എടുപിടിയെന്നെല്ലാം ചെയ്യാനും കഴിയില്ലല്ലോ അമ്പിളി. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയല്ലേ മഞ്ചാടി. നിലവില് അവൾക്ക് വിവാഹപ്രായമൊക്കെ ആയെങ്കിലും പുതിയ തലമുറയിലെ കുട്ടികൾ 21 വയസ്സിൽ വിവാഹം മതിയെന്നൊക്കെ വാദിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൂടിയത്. മഞ്ചാടി പഠിപ്പ് കഴിഞ്ഞ് മതി കല്യാണം എന്ന് പറഞ്ഞ ഒരു അധ്യാപകനായിരുന്ന എനിക്ക് അത് അനുവദിച്ചു കൊടുക്കാനല്ലേ പറ്റൂ. മഞ്ചാടി അതിനുവേണ്ടി ഒരുപാട് സമയമൊന്നും ചോദിക്കാനിടയില്ല. എന്തായാലും അമ്മാവൻ സൗകര്യം പോലെ അവളോടൊന്ന് സംസാരിക്കും. എന്നിട്ട് ആ വിവരം സച്ചി സാറിനെ അറിയിച്ചാൽ മതി. ആ അമ്മവ, പിന്നെ നമ്മുടെ വിജയൻ വേറൊരു കാര്യം കൂടി വിളിച്ചു പറഞ്ഞിരുന്നു. എന്താ? പോലീസ് വിനയനെ അവന്റെ വീട്ടിൽ നിന്നും അവനെ ഒളിവിൽ പാർപ്പിച്ചിരുന്ന സ്ഥലത്തൊക്കെ പോയി തെളിവെടുപ്പ് നടത്തി. മിക്കവാറും നാളെ കോടതിയിൽ ഹാജരാക്കി അവനെ റിമാൻഡ് ചെയ്യും. പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്നല്ലേ? നിയമം എന്തായാലും നിയമത്തിന്റെ വഴിക്കാനും നടക്കട്ടെ. ചിരു, നിന്നെ ചിലപ്പോൾ പോലീസ് വിളിപ്പിക്കും മൊഴിയെടുക്കാൻ. അപ്പൊ നീ എന്നെ വിളിച്ചാൽ മതി, ഞാനൂടി വരാം. അമ്മാവനെ അതിന് കൂടെ കൊണ്ടുപോകണ്ട. അയാൾക്കെതിരെ മൊഴി കൊടുക്കാൻ എന്റെ കൂടെ ആരും വരണ്ട രഘുവേട്ട. ഞാൻ മാത്രം മതി. അതാ എനിക്കെല്ലാം തുറന്നു പറയാൻ സൗകര്യം. ചേരു പറയുന്നത് എത്രയും വേഗം വിനയനുമായിട്ടുള്ള ബന്ധം നിയമപരമായിട്ട് ഒഴിവാക്കണമെന്നാ. അതെ അച്ഛ, ഇത്രയും കാലം ഞാൻ ചുമന്ന് നടന്ന ശാപഭാരം ഇനിയെങ്കിലും എന്റെ തലയിൽ നിന്ന് ഇറക്കി വെച്ച് തരണം. പറ്റിയോ? നാളെ തന്നെ
ഒരു വക്കീലിനെ കണ്ട് അയാൾക്കെതിരെ ഡിവോഴ്സ് നോട്ടീസ് അയക്കാൻ അച്ഛൻ എന്നെ സഹായിക്കണം. അതിനെന്തിനാ അച്ഛൻ? വക്കീലിനെ കാണാൻ ഞങ്ങൾ ആരെങ്കിലും കൂടെ വന്ന പോലെ ചിരു. മക്കളെല്ലാം കുടുംബമായിട്ട് ജീവിച്ചു കാണാൻ ആഗ്രഹമുള്ള അച്ഛന് ഒരു ബന്ധം വേർപെടുത്തുന്നതിന് കൂട്ടു നിൽക്കാൻ വിഷമം കാണില്ലേ ചിരു? ഇല്ല അമ്പിളി, എനിക്കൊരു വിഷമമില്ല. സ്വന്തം അവയവമാണെങ്കിലും ക്യാൻസർ വന്ന ആ കോശങ്ങളെ മുറിച്ചു മാറ്റണം. ഇല്ലെങ്കിൽ ആ വിഷവിത്ത് നമ്മളെ മുഴുവനായും കാർന്നു തിന്ന് തീർക്കും. മോളെ, അവനെപ്പോലെ ഒരുത്തന്റെ കൂടെ ഇത്രയും കാലം നിന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചു തന്നെ എന്റെ തെറ്റ്. ആ ബന്ധം അവസാനിപ്പിച്ചുകൊണ്ട് തന്നെ അച്ഛനത് തിരുത്തും. അച്ഛാ, നമുക്ക് നാളെ തന്നെ പോയി ഒരു വക്കീലിനെ കാണാം. നിന്റെ കൂടെ എന്തിനും ഇനി ഈ അച്ഛനുണ്ടാവും.